അപ്പോൾ നമ്മുടെ ഒരു ഡേ ഇൻ സൺഡേ ആണ് പറയാൻ പോകുന്നത്. രാവിലെ തന്നെ കുട്ടനെ വിളിച്ച കൂട്ടൻ പറഞ്ഞു അവർ എഡിറ്റിങ്ങിൻ്റെ കാര്യമായിട്ട് അച്ചുവിൻ്റെ ഉണ്ണിൻ്റെ വീട്ടിലാണ്. അപ്പോൾ നമ്മളൊന്നും നോക്കിയില്ല, നേരെ വണ്ടി എടുത്തിട്ട് അച്ചുവിൻ്റെ ഉണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവരുടെ അച്ചമ്മയ്ക്ക് സിംബേനെ ഭയങ്കര ഇഷ്ടമായി. കുറേ ടൈം സിംബേനെ എടുത്ത് ഇങ്ങനെ നടന്ന് കുറേ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് സിംബയ്ക്ക് കമ്പനിക്ക് കളിക്കാൻ വേണ്ടി ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കച്ചറ ഉണ്ടാക്കിയെങ്കിലും പിന്നെ കുഴപ്പമില്ലാതെ അങ്ങ് പോയി. അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. കാരണം ഇന്ന് കുറച്ച് പർച്ചേസിങ് ഉണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്കുള്ള സാധനവും പിന്നെ സൈത്തേട്ടൻ്റെ കല്യാണം വരുന്നുണ്ട് അതിനേക്കുള്ള സാധനമൊക്കെ ആയിട്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ സിംബേനെയും കൂട്ടിയിട്ട് സൈത്തേട്ടനും ഞാനും ചേച്ചി അമ്മായി പിന്നെ സച്ചുമോനെയും കൂട്ടിയിട്ട് ഞങ്ങൾ നേരെ ബത്തേരിയിലേക്ക് പോയി. എല്ലായിടത്തും ബാഗിൽ സിംബേനെയും കൊണ്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റിയാണ്. ഇതേ ബാഗിൽ പൂച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. നമ്മൾ ഈ ബാഗിൽ പൂച്ചേനെയും കൊണ്ട് പോകുന്ന സമയത്ത് ബാക്കിയുള്ളവരുടെ മുഖത്ത് വരുന്നൊരു സന്തോഷം കാണുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചായ കുടിക്കാൻ പോയെടുത്ത് നമ്മൾ സിംബേനെ താഴെ വെച്ച്. അപ്പോൾ തന്നെ അവിടെ നിന്ന് കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർ കുറച്ച് നേരം എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിരുന്നു സിംബ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെരുപ്പ് വാങ്ങിക്കാൻ പോയി, കുറേ ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാൻ പോയി, കുറേ ഗ്രോസറി ഐറ്റംസ് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം രാത്രി. അപ്പോൾ രാത്രി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു സിംബ ആകെ മുള്ളി അലമ്പാക്കി ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് സിംബ വെരി നീറ്റ് ബോയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ബത്തേരിയുള്ള ഫേമസ് തട്ടുകടയിലേക്കാണ്. രുചിപ്പുര എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ട് നമ്മൾ അവിടുന്ന് കുഞ്ഞിപ്പത്തിരിയും ബീഫും കഴിച്ചു. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ വൺ. ഓക്കെ, നമ്മൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞ് അങ്ങനെ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഏകദേശം 10-10:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ.